ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഈ വീഡിയോയിൽ ഏലിയൻ റോമുലസിൻ്റെ ഒരു സ്റ്റോറി എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഏലിയൻ യൂണിവേഴ്സ് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചാനൽ ചെയ്തിരുന്നു. ഏലിയൻ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ കുറിച്ച് ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിവേസ്, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏലിയൻ റോമുലസിലെ സംഭവങ്ങൾ തുടങ്ങുന്നത് ആദ്യത്തെ ഏലിയൻ സിനിമയ്ക്ക് ശേഷമാണ്. സോ ആദ്യം ആ സിനിമയുടെ ക്ലൈമാക്സിൽ എന്താണ് സംഭവിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏലിയൻ 1 സംഭവങ്ങൾ നടക്കുന്നത് വർഷം 2122 ഈ ഫ്യൂച്ചറിൽ വെയ്ലൻ കോർപ്പറേഷൻ എന്ന കമ്പനി ഭൂമിയിൽ നിന്ന് മറ്റ് പ്ലാനറ്റ്സിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ കോളനീസ് ഉണ്ടാക്കുകയും അവിടുത്തെ മിനറൽസൊക്കെ ഭൂമിയിലേക്ക് അവരുടെ ആവശ്യത്തിന് കൊണ്ടുവരാൻ തുടങ്ങിയിരുന്നു. ഏലിയൻ കമണൻ സിനിമയിൽ അതിന് തുടക്കമിടുന്നത് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ മിനറൽസുമായിട്ട് തിരിച്ചു വരുന്നൊരു ഷിപ്പായിരുന്നു നോസ്ട്രാമോ. പക്ഷേ ആ ഷിപ്പിൽ ഒരു ഏലിയൻ അറ്റാക്ക് ഉണ്ടാകുകയും എലൻ റിപ്ലി ഒഴികെ ബാക്കി എല്ലാവരും ആ സിനോമോർഫ് അല്ലെങ്കിൽ ഏലിയൻ്റെ അറ്റാക്കിൽ മരിക്കുന്നു. ക്ലൈമാക്സിൽ ആ ഷിപ്പ് ഉപേക്ഷിച്ച് അവരുടെ രണ്ടാമത്തെ ഷിപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന റിപ്ലി സാഹസികമായി ആ ഏലിയനെ കൊല്ലുന്നു. അതിനുശേഷം തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. ഭൂമിയിലെത്താൻ വർഷങ്ങൾ എടുക്കുമെന്നതുകൊണ്ട് ആ യാത്രയിൽ ക്രയോജനിക് സ്ലീപ്പിലേക്ക് പുള്ളിക്കാരി പോകുന്നു. ഈ ക്രയോജനിക് സ്ലീപ്പ് എന്താണെന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. ഈ സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം ഏലിയൻ 2 തുടങ്ങുന്നു. ഏലിയൻ 2 അല്ലെങ്കിൽ ഏലിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 2179 ഏലിയൻ 1ൻ്റെയും ഏലിയൻ 2ൻ്റെയും ഇടയ്ക്ക് നടക്കുന്ന ഒരു സ്പിൻ ഓഫ് അല്ലെങ്കിൽ ഒരു സീക്വൽ സിനിമയാണ് ഏലിയൻ റോമുലസ്. ഏലിയൻ റോമുലസിലെ ഇവൻറ്റ്സ് നടക്കുന്നത് വർഷം 2142 ആദ്യത്തെ സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം വെയ്ലൻ കോർപ്പറേഷൻ അവരുടെ തകർന്ന ഷിപ്പായ നൊസ്ട്രാമോയിൽ സെർച്ചിനെത്തുന്നു. ആ തകർന്ന ഷിപ്പിൻ്റെ അടുത്ത് നിന്ന് ഒരു ഏലിയൻ കൊക്കൂൺ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഫോസിൽ. അത് പഠിക്കാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും അവരുടെ ഷിപ്പിലേക്ക് കൊണ്ടുവരുന്നു. ഈ സംഭവത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ജാക്സൺ സ്റ്റാർ അല്ലെങ്കിൽ LV-410 എന്ന പ്ലാനറ്റിലേക്ക് കഥ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ജൂപ്പിറ്റർ പോലെ ആസ്ട്രോയിഡുകളുള്ള ഒരു റിംഗ് ഒക്കെ നിറഞ്ഞ് വളരെ എക്സ്ട്രീം വെതർ കണ്ടീഷനുള്ളൊരു പ്ലാനറ്റാണ്. വെറും 3000 ആൾക്കാർ മാത്രമുള്ള ഒരു മൈനിങ് കോളനിയാണ് ജാക്സൺ സ്റ്റാർ. ഈ പ്ലാനറ്റിൽ കോളനി ഉണ്ടാക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം വെയ്ലൻ കോർപ്പറേഷന് വേണ്ട മിനറൽസ് എടുക്കുക എന്നതാണ്. വർക്കേഴ്സിന് ഒരു നിശ്ചിത സമയം വരെ അവിടെ ലീവൊന്നുമില്ലാതെ വർക്ക് ചെയ്യണം. അതിനുശേഷം അവരുടെ ക്വാട്ട കംപ്ലീറ്റ് ആയാൽ അവർക്ക് തിരിച്ചു പോകാൻ അനുമതി കിട്ടും. പക്ഷേ അങ്ങനെ കൊണ്ടുവരുന്ന വർക്കേഴ്സിനെ പൊതുവെ തിരിച്ചു പോകാൻ സമ്മതിക്കാതെ ചൂഷണം ചെയ്യുകയാണ് കമ്പനി ചെയ്യുന്നത്. സോ ഇവിടെ ജനിച്ച ഒരു ഓർഫനായ വർക്കറാണ് മെറിയ റെയിൻ എന്ന പെൺകുട്ടി. അവളുടെ അച്ഛനും അമ്മയും അവിടുത്തെ ക്ലൈമറ്റ് കാരണമോ മൈനിങ് വർക്ക് കാരണമോ ലങ് ഡിസീസ് വന്നാണ് മരിച്ചത്. അവൾ ബ്രദറിനെ പോലെ കാണുന്ന ഒരാളാണ് ആൻഡി. കണ്ടാൽ ഒരല്പം മെൻ്റൽ ഡിസബിലിറ്റി ഉള്ള ഒരാളായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യും. അവൾക്ക് ആ കോളനിയിൽ എത്തേണ്ടി വന്നെങ്കിലും അവൾ പോകാൻ ആഗ്രഹിക്കുന്നത് യവാഗ എന്ന പ്ലാനറ്റിലേക്കാണ്. കാരണം അവിടെ വെയ്ലൻ കോർപ്പറേഷൻ കോളനൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ തിരിച്ച് ഫൈറ്റ് ചെയ്ത് അതൊരു ഫ്രീ സൊസൈറ്റി പോലെ ആക്കിയൊരു പ്ലാനറ്റായിരുന്നു. സോ ഇവിടെ നിന്ന് ജോലി ചെയ്ത ശേഷം അവളുടെ കാലാവധി കഴിഞ്ഞ് കിട്ടിയ പൈസയുമായി യവാഗയിലേക്ക് എത്തുക എന്നതായിരുന്നു അവളുടെ പ്ലാൻ. അവളുടെ ക്വാട്ട കംപ്ലീറ്റ് ആയതോടുകൂടി തിരിച്ചു പോകാനുള്ള അപേക്ഷ കൊടുക്കാനായി അവൾ ആൻഡിയും കൂട്ടി വെയ്ലൻ കോർപ്പറേഷൻ്റെ ഓഫീസിലെത്തുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് കമ്പനി അവളുടെ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തു എന്നത്. മാത്രമല്ല 5 വർഷം കൂട്ടുകയും ചെയ്തു. റെയിനെ കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്ത ആൻഡിയെ അതേസമയം ഒരു കൂട്ടം ചെറുക്കന്മാർ വന്ന് വെറുതെ ഉപദ്രവിക്കുന്നു. തിരിച്ചെതിർക്കാൻ ശേഷിയില്ലാത്ത താഴെ വീണവനെ റെയിൻ വന്ന് രക്ഷിക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവൻ അങ്ങനെ സംസാരിക്കുന്നതിലും പെരുമാറുന്നതിലും അവന് മെൻ്റൽ ഡിസബിലിറ്റി ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ആൻഡി ഒരു മാൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു സിന്തറ്റിക് ആണ്. ആദ്യകാലങ്ങളിൽ, അതായത് പ്രൊമീത്തിയസ് കോമണൻ കഥയിലൊക്കെ വെയ്ലൻ കോർപ്പറേഷൻ ആൻഡ്രോയിഡുകളെ യൂസ് ചെയ്തിരുന്നത് സ്പേസ് ഷിപ്പിൽ ക്രൂവിനെ സഹായിക്കാനായിരുന്നു. ഡേവിഡ് എന്ന റോബോട്ടായിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ഏലിയൻ 1 ആഷും. ആൻഡിയുടെ കഴുത്തിലെ ഒരു പോർട്ടിൽ ഒരു കീ കൊടുത്ത് അവനെ അവൾ രക്ഷിക്കുന്നു. റെയിന് ഇനി തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് അവളുടെ പഴയ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ടായ ടൈലർ അവനെ വിളിക്കുന്നത്. അവളെ ഉടനെ കാണേണ്ട ആവശ്യമുണ്ടെന്നും ഉടനെ മീറ്റ് ചെയ്യാൻ അവർ താമസിക്കുന്ന ഷിപ്പിലേക്ക് എത്താനും അറിയിക്കുന്നു. ആൻഡിയെയും കൂടെ കൂട്ടാൻ പറയുന്നുണ്ട്. അങ്ങനെ ടൈലർ താമസിക്കുന്ന സ്ഥലത്ത് റെയിൻ എത്തുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവൻ്റെ സിസ്റ്ററായ കേയും മറ്റ് 2 കൂട്ടുകാരായ നെവാറോയും ബിയോണും അവിടെ ഉണ്ടായിരുന്നത്. അവളെ അവിടേക്ക് വിളിപ്പിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനായിരുന്നു. ടൈലർ വർക്ക് ചെയ്യുന്ന കാർഗോ ഷിപ്പ് സർഫസിൽ നിന്ന് 200 മൈൽ ദൂരെ നിന്നപ്പോൾ അവർക്കൊരു സിഗ്നൽ കിട്ടിയിരുന്നു. ആ സിഗ്നൽ അവൻ ട്രേസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് നമ്മുടെ തൊട്ട് മുകളിൽ സ്പേസിൽ എവിടെയോ ഒരു കമ്പനി ഷിപ്പ് ആളില്ലാതെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഡീകമ്മീഷൻ ചെയ്ത ഒഴിഞ്ഞ ഷിപ്പാകാം. കാരണം മനുഷ്യരുടെ പ്രസൻസ് ഒന്നും അതിൽ കാണിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, ഈ പ്ലാനറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കമ്പനി നമുക്ക് ട്രാവൽ പെർമിറ്റ് തരില്ല. സോ ഈ ഷിപ്പിനകത്ത് കയറാൻ പറ്റിയാൽ കുറച്ചുകൂടെ വലിയൊരു ഷിപ്പ് നമുക്ക് കിട്ടും. അത് വെച്ച് നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് യവാഗയിലേക്ക് പോകാം. റെയിൻ അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതിന് യവാഗ എത്തണമെങ്കിൽ തന്നെ 9 വർഷമെടുക്കും. അത്രയും കാലം യാത്ര ചെയ്യണമെങ്കിൽ ക്രയോജനിക് സ്ലീപ്പിംഗ് പോഡ് ഇല്ലാതെ പറ്റില്ല. ഈ ക്രയോജനിക് സ്ലീപ്പിംഗ് പോഡ് ഒരുപാട് സയൻസ് ഫിക്ഷൻ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. സ്പേസ് ട്രാവൽ ചെയ്യുമ്പോൾ
അതിൽ ഹൈബർനേഷൻ അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നാൽ എത്തേണ്ട സ്ഥലമാകുമ്പോൾ നമുക്ക് എണീറ്റാൽ മതി. നമ്മുടെ ഏജ് ഒന്നും ചേഞ്ച് ആകില്ല. അത് യഥാർത്ഥത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ജസ്റ്റ് സയൻസ് ഫിക്ഷൻ കഥകളിൽ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്നൊരു ഐഡിയ ആണ്. ഡീകമ്മീഷൻ ചെയ്ത ആളില്ലാത്ത ഷിപ്പായാലും കുറച്ച് സ്ലീപ്പിംഗ് പോഡുകൾ അതിലുണ്ടാകുമെന്ന് അവൻ പറയുന്നു. സോ അത് മറ്റാരെങ്കിലും അവിടെ എത്തി കൈക്കലാക്കുന്നതിന് മുമ്പ് നമുക്ക് മോഷ്ടിക്കണം. സോ ബേസിക്കലി ഇതൊരു ഹൈസ്റ്റ് മിഷനാണ്. സോ എവിടെയാണ് തൻ്റെ ആവശ്യമെന്ന് റെയിൻ ചോദിക്കുന്നു. അപ്പോഴാണ് അവർ പറയുന്നത് സത്യത്തിൽ ഇവിടെയാണ് അവർക്ക് ആൻറ്റിയുടെ ആവശ്യം വരുന്നത്. കാരണം ആൻറ്റിയെ ഉണ്ടാക്കിയത് വെയ്ലൻ കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഷിപ്പിലെ ഡോറുകളും ലോക്കുകളും ഒക്കെ ഓപ്പൺ ചെയ്യാൻ അവൻ്റെ ഫിംഗർ പ്രിൻ്റ് വെച്ച് പറ്റും. ഈ പ്ലാൻ കേട്ട റെയിൻ ആദ്യം മടിച്ചെങ്കിലും ടൈലർ അവളെ സമ്മതിപ്പിക്കുന്നു. പയ്യന്മാർ കാര്യങ്ങളെല്ലാം ചെയ്തോളാം, നിങ്ങൾ ഷിപ്പിൽ വെയിറ്റ് ചെയ്താൽ മതി എന്നും അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഹൈസ്റ്റ് മിഷന് വേണ്ടി യാത്ര തിരിക്കുന്നു. അവർ സ്പേസ് ഷിപ്പ് ആ പ്ലാനറ്റിൻ്റെ സർഫസിലെത്തുന്നു. റെയിൻ ആദ്യമായിട്ടാണ് അത്രയും ഉയരത്തിൽ സ്പേസിലെത്തുന്നത്. ആ ഷിപ്പിനടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അവർ വിചാരിച്ചതിനേക്കാൾ വളരെ വലിയൊരു ഷിപ്പായിരുന്നു അതെന്ന്. അത് ചിലപ്പോൾ വെയ്ലൻ കോർപ്പറേഷൻ്റെ പഴയ ഏതെങ്കിലും ഔട്ട് പോസ്റ്റ് ആകാം എന്നവർ വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്കിനി 36 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അതെന്തിനാണ് ഈ 36 മണിക്കൂറെന്ന് റെയിൻ ചോദിക്കുമ്പോൾ ടൈലർ പറയുന്നുണ്ട്, ഈ 36 മണിക്കൂർ കഴിഞ്ഞാൽ ആ ഔട്ട് പോസ്റ്റ് ജാക്സൺ സ്റ്റാറിൻ്റെ റിങ്ങിലേക്ക് ഇടിച്ചിറങ്ങും. പക്ഷേ പേടിക്കേണ്ട, മാക്സിമം പോയാൽ അരമണിക്കൂർ. അതിനുള്ളിൽ നമ്മുടെ കാര്യം കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. ആ ഔട്ട് പോസ്റ്റ് ഷിപ്പിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് റെയിൻ ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട് അവനിത് ചെയ്യാൻ കഴിയുമോ എന്ന്. എനിക്ക് ഒറ്റ മിഷനേ ഉള്ളൂ, എന്താണോ റെയിനിന് ഏറ്റവും നല്ലത് അത് ചെയ്യുക. അവളുടെ അച്ഛൻ ആൻറ്റി എന്ന ആൻഡ്രോയിഡിനെ സൃഷ്ടിച്ചപ്പോൾ അതിൽ ചേർത്ത പ്രൈമറി ഡയറക്റ്റീവ് അതായിരുന്നു. റെയിൻ ഒരിക്കലും ഒറ്റയ്ക്കാകാതിരിക്കാൻ അവളുടെ അച്ഛൻ സൃഷ്ടിച്ച ഒരു റോബോട്ടായിരുന്നു ആൻറ്റി. റെയിൻ്റെ അച്ഛൻ ആരാണെന്ന് പ്രോപ്പറായിട്ട് ഈ സിനിമയിൽ ഒരു ആൻസർ തന്നിട്ടില്ല. ജാക്സൺ സ്റ്റാറിൽ വർക്ക് ചെയ്ത ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം. അങ്ങനെ അവരുടെ ഷിപ്പ് അവസാനം ആ ഔട്ട് പോസ്റ്റിലെത്തുന്നു. ആൻറ്റിയും കൊണ്ട് ബാക്കി 2 പയ്യന്മാർ ആ ഔട്ട് പോസ്റ്റിൻ്റെ എൻട്രൻസിലേക്കും എത്തുന്നു. ആൻറ്റിയുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ആ ഔട്ട് പോസ്റ്റിൻ്റെ ഹാച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ആ ഇരുട്ടിൽ ഷിപ്പിലേക്ക് കടക്കുന്നു. ആ ഷിപ്പിനുള്ളിൽ സീറോ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഒരു വലിയ ഹാളിലേക്ക് എത്തിയ അവർക്ക് കൊണ്ടുപോകേണ്ട സ്ലീപ്പിംഗ് പോഡുകൾ അവിടെ കണ്ടെത്തുന്നു. ആ റൂമിലെ പവർ സപ്ലൈ നോർമലാക്കിയ ശേഷം കൊണ്ടുപോകാനുള്ള പോഡുകൾ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതിന് ഫ്യൂവൽ കുറവാണെന്ന്. അതായത് ക്രയോജനിക് പോഡുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ക്രയോ ഫ്യൂൽ വേണം. വെറും 3 വർഷത്തേക്കുള്ള ക്രയോ ഫ്യൂൽ മാത്രമേ അതിലപ്പോഴുണ്ടായിരുന്നുള്ളൂ. യവാഗയിലെത്താൻ 9 വർഷം എടുക്കും. മിഷൻ ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ റെയിൻ പറയുന്നുണ്ടെങ്കിലും ടൈലർ അതിന് തയ്യാറായിരുന്നില്ല. ഈ ഷിപ്പിൽ തന്നെ ക്രയോ ഡിപ്പോട്ട് അല്ലെങ്കിൽ ഫ്യൂവൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏരിയ കാണും. അത് കണ്ടെത്താമെന്നും അവൻ പറയുന്നു. ആ കിട്ടിയ പോഡുകൾ സേഫായി അവരുടെ ഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് നവാറോ അത് ചെക്ക് ചെയ്യാൻ പോകുന്നു. ടൈലറിൻ്റെ സിസ്റ്ററായ കെ പ്രഗ്നൻ്റ് ആണെന്ന് റെയിനോട് പറയുന്നുണ്ട്. അവളുടെ ചേട്ടനെ ഇത് തൽക്കാലം അറിയിക്കേണ്ടെന്നും അവൾ പറയുന്നു. ടൈലറും ഗാങ്ങും ക്രയോപോഡിനുള്ള ഫ്യൂല് തേടി ഷിപ്പിൻ്റെ മറ്റ് ഫ്ലോറിലേക്ക് പോകുന്നു. ആ ഷിപ്പിനെ കുറിച്ചുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് ഓഡിയൻസിനും ക്യാരക്ടേഴ്സിനും കിട്ടുന്നത് അപ്പോഴാണ്. ഈ വെയ്ലൻ യൂട്ടാനി കമ്പനിയുടെ ഒരു റിസർച്ച് സ്റ്റേഷനായിരുന്നു അത്. 2 പാർട്ടായി ഡിവൈഡ് ചെയ്ത ഷിപ്പ് റോമുലസ് ആൻഡ് റീമസ്. റോമൻ സാമ്രാജ്യം സൃഷ്ടിച്ച റോമുലസിൻ്റെ പേരായിരുന്നു ആ ഷിപ്പിനിട്ടിരുന്നു. പലപ്പോഴും ആ ടൈലറിൻ്റെ കൂട്ടുകാരനായ ബിയോൺ ആൻറ്റിയോട് മോശമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. കാരണം ഫാക്ടറി വർക്കറായിരുന്ന അവൻ്റെ അമ്മ മരിക്കാൻ കാരണം അവനെപ്പോലൊരു സിന്തറ്റിക് ആൻഡ്രോയിഡിൻ്റെ മിസ്റ്റേക്ക് കാരണമായിരുന്നു. അവർ തമ്മിലുണ്ടായ ഒരു തർക്കത്തിനിടയിൽ വെച്ച് ആൻറ്റിയോട് അവൻ പറയുന്നുണ്ട്, യവാഗയിലെത്തിയാൽ നിന്നെ അവർ ഔട്ടാക്കുമെന്ന്. കാരണം യവാഗയിൽ വെയ്ലൻ കോർപ്പറേഷൻ ഇല്ലാത്ത ഒരു പ്ലാനറ്റാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഒരു പ്രോപ്പർട്ടിയായ ആൻഡ്രോയിഡിനെ അവിടേക്ക് കയറ്റാൻ അവിടെയുള്ള ആൾക്കാർ സമ്മതിക്കില്ല. ടൈലർ ആൻറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ 9 വർഷത്തെ സ്പേസ് യാത്രക്കിടയിൽ അവൻ്റെ സഹായം വളരെ അത്യാവശ്യമാണെന്ന്. കാരണം ആ യാത്രക്കിടയിൽ ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടന്നാലും നീ വേണം ആ ഷിപ്പ് കൺട്രോൾ ചെയ്യാൻ. പക്ഷേ യവാഗ എത്തിയാൽ നിന്നെ അവർ ഡീകമ്മീഷൻ ചെയ്യും അല്ലെങ്കിൽ ഓഫ് ചെയ്യും. അതിനും നീ റെഡി ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. ആൻറ്റി വീണ്ടും പറയുന്നുണ്ട്, എന്താണോ റെയിന് നല്ലത് അത് ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. ക്രയോഫ്യൂൽ കണ്ടെത്താൻ വേണ്ടി അവർ അങ്ങനെ നടന്ന് ഷിപ്പിൻ്റെ ഒരു ലാബിലെത്തുന്നു. അവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു. താഴെ പല ഫ്ലോറിലേക്ക് പോകുന്നത് പോലെ ഒരു വലിയൊരു കുഴിയും കാണാം. തൊട്ടടുത്ത് ഒരു സിന്തറ്റിക്കിൻ്റെ പകുതി അറ്റുപോയൊരു ബോഡിയും. ഇതെല്ലാം കണ്ട് അവർ പേടിക്കുന്നു. എത്രയും പെട്ടെന്ന് ഫ്യൂവൽ കണ്ടെത്തി അവിടുന്ന് പോകാൻ ശ്രമിക്കുന്ന ടൈലറും കൂട്ടരും തൊട്ടടുത്ത റൂമിലെ ക്രയോ ചേമ്പറിൽ അങ്ങനെ എത്തുന്നു. ക്രയോ ഫ്യൂൽ കണ്ടെത്തി അത് പുറത്തെടുക്കാൻ ടൈലറും കൂട്ടരും ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു ലീക്ക് ഉണ്ടാകുകയും ആ റൂം ഓട്ടോമാറ്റിക് ലോക്ക്ഡൗണിലേക്കും പോകുന്നു. ആൻറ്റി തൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല. പുറത്തുനിന്നുള്ളൊരു മോഷണ ശ്രമമാണെന്ന് വിചാരിച്ച് അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ആ സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഡോറിനൊരു ചെറിയ വിടവുണ്ടെങ്കിലും അവർക്ക് 3 പേർക്കും അത് തുറക്കാൻ കഴിയാത്ത വിധം ജാമായി നിൽക്കുകയായിരുന്നു. അവരെ രക്ഷിക്കാനായി നവാറോ അവരുടെ ഷിപ്പ് മറ്റൊരു ഓപ്പണിങ്ങുമായി കണക്ട് ചെയ്യുന്നു. എന്നിട്ട് റെയിനും നവാറോയും ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വരുന്നു. ആ ഡോറ് പെട്ടെന്ന് തുറക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ റെയിൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നു ആ ഷിപ്പിൽ മരിച്ചു കിടക്കുന്ന ഒരു സിന്തറ്റിക്കിൻ്റെ ചിപ്പ് ആൻറ്റിയുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ മരിച്ചു കിടന്ന സിന്തറ്റിക്കിൻ്റെ ചിപ്പ് റെയിൻ ഊരാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അത് എണീക്കുന്നു. എന്നാലും അതിൻ്റെ ചിപ്പ് ഊരിയെടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ആ റൂമിൽ സ്റ്റക്കായി നിന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് വെറുമൊരു റൂമല്ല എന്ന്.
അവിടെ പല ചേംബറിലായി ഫേസ് ഹഗ്ഗേഴ്സിനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ ഫേസ് ഹഗ്ഗേഴ്സിനെ കാണിക്കുന്നത്, അതായത് ഏലിയൻ എവല്യൂഷനിലെ രണ്ടാമത്തെ സ്റ്റേജ്. റൂമിന് പുറത്തെത്തിയ റെയിൻ ആ ചിപ്പ് ടൈലറിന് കൈമാറുന്നു. എന്നിട്ട് ആൻറ്റിയുടെ കഴുത്തിലിടാൻ പറയുന്നു. അതിട്ടതോടെ ആൻറ്റി പെട്ടെന്ന് സ്റ്റക്ക് ആകുന്നു. റെയിൻ അപ്പോൾ പറയുന്നുണ്ട്, പുതിയ ചിപ്പിട്ടതുകൊണ്ട് അവൻ റീബൂട്ട് ആകാൻ കുറച്ച് മിനിറ്റുകൾ എടുക്കും. ആ റൂം ടെമ്പറേച്ചർ കൂടുന്നതോടെ ക്രയോ സ്റ്റേറ്റിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വെച്ചിരുന്ന ഫേസ് ഹഗ്ഗേഴ്സ് എണീക്കുന്നു. ആ ചേംബറുകൾ പൊളിച്ച് അവ പുറത്തേക്ക് വീഴുന്നു. കാരണം അതിന്റെ ബ്ലഡ് ആസിഡാണ്. വെള്ളത്തിലൂടെ എന്തോ നീങ്ങുന്നുണ്ടെന്ന് മനസ്സിലായ ടൈലർ അതെന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. വെള്ളത്തിലേക്ക് വീഴുന്ന ബിയോണിന്റെ മുഖത്തേക്ക് ഒരു ഫേസ് ഹഗ്ഗർ ചാടി വീഴുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവനത് ഊരി എറിയാൻ കഴിയുന്നു. ടൈലറിനെ അറ്റാക്ക് ചെയ്യാൻ മുഖത്തേക്ക് വീഴുന്ന ഫേസ് ഹഗ്ഗറിനെ ഉടനെ തന്നെ ആൻറ്റി പിടിക്കുന്നു. അവൻ അപ്പോഴേക്കും റീബൂട്ടായി കഴിഞ്ഞിരുന്നു. ആൻറ്റി ഡോർ തുറക്കുന്നതോടെ 3 പേരും പുറത്തേക്ക് ചാടുന്നു. ഡോർ അടയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പല ഫേസ് ഹഗ്ഗേഴ്സും ആ ചെറിയ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് ചാടിയിരുന്നു. അതിലൊരു ഫേസ് ഹഗ്ഗർ നവാറോയുടെ മുഖത്തേക്കും ചാടി വീഴുന്നു. നവാറോയുടെ കഴുത്തിൽ മുറുകിയ ആ ഫേസ് ഹഗ്ഗറിനെ എല്ലാവരും എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. ആൻറ്റി ഉടനെ പറയുന്നുണ്ട്, ആ ജീവി അവളെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് വേറെന്തോ ആവശ്യത്തിന് ജീവൻ നിലനിർത്തുന്നുണ്ട്. ആൻറ്റിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തോ വ്യത്യാസമുണ്ടെന്ന് തോന്നി അവർ ചോദിക്കുന്നു, അവൻ എന്താ പറ്റിയെന്ന്. പുതിയ ചിപ്പിട്ടതോടുകൂടി അതുവരെ സംസാരിച്ചിരുന്ന ഫ്രണ്ട്ലി ആയിരുന്ന ആളല്ല അയാൾ. പകരം വളരെ സീരിയസ് ആയി കാൽക്കുലേറ്റഡായി സംസാരിക്കുന്ന ഒരു സിന്തറ്റിക്കായി മാറിയിരുന്നു. തൻ്റെ കഴുത്തിലെ ചിപ്പ് ഊരാൻ റെയിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൻറ്റി അത് തടയുന്നു. ആ ചിപ്പിട്ടതോടെ തൻ്റെ മെമ്മറിക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ പ്രോബ്ലംസ് എല്ലാം ക്ലിയറായി. അവൻ്റെ എഐയും മോട്ടോർ സിസ്റ്റം എല്ലാം മെച്ചപ്പെട്ടിരുന്നു. പക്ഷേ ഈ പുതിയ ജീവിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തനിക്ക് അധികം അറിയാൻ കഴിയുന്നില്ല. അവളെ എങ്ങനെ രക്ഷിക്കാമെന്ന് വേറൊരാൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. മരിച്ചെന്ന് വിചാരിച്ച ആ സിന്തറ്റിക് റോബോട്ടിനെ വീണ്ടും അവിടുത്തെ കമ്പ്യൂട്ടറുമായി അവർ കണക്ട് ചെയ്യുന്നു. അതോടെ അത് വീണ്ടും ഓണാകുന്നു. ആദ്യത്തെ ഏലിയൻ സിനിമയിലെ ആഷ് എന്ന സിന്തറ്റിക് റോബോട്ടിന്റെ അതേ മോഡലുള്ള റോബോട്ടാണ്. ഈ സിന്തറ്റിക്കിന്റെ പേര് റൂക്ക് എന്നാണ്. റൂക്കിനോട് അവർ ചോദിക്കുന്നു, എങ്ങനെ നവാറോനെ രക്ഷിക്കാമെന്ന്. ഇനി അവളെ രക്ഷിക്കാൻ കഴിയില്ല, പകരം ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ ഓടി രക്ഷപ്പെടുക, അതായിരിക്കും നല്ലതെന്നും റൂക്ക് പറയുന്നു. കാരണം ആ പാരസറ്റോയിഡ് അല്ലെങ്കിൽ ഏലിയൻ അവളിലിപ്പോൾ സീഡ്സ് ഇംപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗം വളർന്ന് അവളുടെ ശരീരത്തിൽ നിന്ന് ഏത് നിമിഷവും പുറത്തേക്ക് വരാം. എന്താണ് പുറത്തേക്ക് വരാൻ പോകുന്നതെന്ന് ടൈലർ ചോദിക്കുമ്പോൾ റൂക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സിനോമോർഫിന്റെ ബോഡി കാണിക്കുന്നു. റൂക്ക് ഈ സിനോമോർഫുകൾ നൊസ്ട്രാമോ ഷിപ്പിനെ അറ്റാക്ക് ചെയ്ത സംഭവം അവരോട് പറയുന്നു. 20 വർഷം മുമ്പാണ് ആദ്യമായി സിനോമോർഫുകൾ ഹ്യൂമനെ അറ്റാക്ക് ചെയ്തത്. അന്നത്തെ ആ സംഭവത്തിൽ അവരെ അറ്റാക്ക് ചെയ്ത ആ ഏലിയനെ കണ്ടെത്താൻ വെയിലൻ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ കാലത്ത് സെർച്ചിന് ശേഷമാണ് ആ സെനോമോർഫിന്റെ ബോഡി അവർക്ക് കിട്ടിയത്. അത് മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ജീവിക്കാൻ ഓക്സിജൻ വേണ്ടാത്ത ആ സ്പീഷീസിന് അതുകൊണ്ട് തന്നെ മരണമില്ലായിരുന്നു. സൾഫ്യൂറിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നൊരു ബ്ലഡാണ് അതിൻ്റേത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലഡ് വീഴുന്നതല്ല, ഉരുകിപ്പോകും. റെയിൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ക്രയോഫ്യൂൽ യൂസ് ചെയ്ത് ആ ജീവിയുടെ വാൽ തണുപ്പിച്ചാൽ ചിലപ്പോൾ അത് പിടിമുറുക്കാതെ ഊരി വരും. അങ്ങനെ അവർ ആ പ്ലാൻ ട്രൈ ചെയ്തു നോക്കുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ ആ ജീവിയുടെ ഗ്രിപ്പ് അഴിയുന്നു. അതോടെ അവർ ആ ഫേസ് ഹഗ്ഗറിനെ ഊരി എറിയുന്നു. പേടിച്ചെണീറ്റ നവാറോയെ എല്ലാവരും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റൂക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങളെ രക്ഷിച്ചെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ ഏലിയൻ ഓൾറെഡി അതിന്റെ പണി തീർത്തു കഴിഞ്ഞിരുന്നു. റൂക്ക് ആൻറ്റിയോട് പറയുന്നുണ്ട്, മനുഷ്യരെ രക്ഷിക്കുക എന്നതാണ് നമ്മുടെ സിന്തറ്റിക്കുകളുടെ പ്രൈമറി മിഷൻ. എന്തൊക്കെ സംഭവിച്ചാലും അവരെ രക്ഷിക്കണമെന്നും അയാൾ പറയുന്നു. തിരിച്ചവരുടെ ഷിപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്ന നവാറോയെ ആൻറ്റി തടയുന്നു. ബാക്കിയുള്ളവരെ രക്ഷിക്കാനായി നവാറോയെ ഷിപ്പിൽ കയറ്റരുതെന്നും ആൻറ്റി പറയുന്നു. ആ ഷിപ്പിൽ നവാറോയെ കയറ്റിയാൽ നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവുമെന്നും ആൻറ്റി പറയുന്നു. ബിയോൺ പക്ഷേ അതിന് തയ്യാറായിരുന്നില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റൺ ഗൺ ഉപയോഗിച്ച് ആൻറ്റിനെ ഷോക്ക് ഏൽപ്പിക്കുന്നു. അതോടെ ദൂരത്തേക്ക് തെറിച്ചു വീണ ആൻറ്റിയുടെ അടുത്തേക്ക് റെയിൻ ഓടിയെത്തുന്നു. ബിയോണും നവാറോയും അവരുടെ ഷിപ്പിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരെ തടയാൻ ആൻറ്റി ശ്രമിക്കുന്നുണ്ടെങ്കിലും ബിയോൺ ഉടനെ അവരുടെ ഷിപ്പിന്റെ ഡോർ അടയ്ക്കുന്നു. അതേസമയം നവാറോ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. പേടിച്ച് ആ ഷിപ്പിലെത്തിയ നവാറോ അവരുടെ ഷിപ്പ് കമ്പനി ഷിപ്പുമായിട്ടുള്ള കണക്ഷൻ അൺലോക്ക് ചെയ്യുന്നു. എന്താ അവിടെ സംഭവിച്ചതെന്നും ബാക്കിയുള്ളവരെവിടെയെന്നും കെ ചോദിക്കുമ്പോൾ നവാറോ പെട്ടെന്ന് വല്ലാതെ അസ്വസ്ഥത കാണിക്കാൻ തുടങ്ങുന്നു. താഴേക്ക് വീഴുന്ന അവളുടെ കയ്യിൽ നിന്ന് ഷിപ്പിന്റെ കൺട്രോൾ നഷ്ടമാകുന്നു. ദേഹം മൊത്തം ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങിയ അവളുടെ റിബ് കേജ് പൊളിച്ച് അങ്ങനെ ചെസ്റ്റ് ബസ്റ്റർ പുറത്തേക്ക് വരുന്നു. നവാറോയുടെ കയ്യിൽ നിന്ന് കൺട്രോൾ നഷ്ടപ്പെട്ട ഷിപ്പ് കമ്പനിയുടെ ഷിപ്പുമായി കൂട്ടിയിടിച്ച് മറ്റൊരു എൻട്രൻസിലേക്ക് തെന്നി വീഴുന്നു. ഈ ഇടിയുടെ ഇമ്പാക്റ്റിൽ ആ കമ്പനി ഷിപ്പ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ആക്സസിൽ നിന്ന് അല്പം തെന്നി മാറി. അതോടെ ജാക്സൺ സ്റ്റാറിന്റെ റിങ്ങിന് കുറച്ചുകൂടെ അടുത്തേക്ക് നീങ്ങി. അതായത് ഷിപ്പ് പൂർണ്ണമായിട്ടും ആ റിങ്ങിലേക്ക് ഇടിച്ചിറങ്ങാൻ ഇനി 36 മണിക്കൂറല്ല, വെറും 47 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. റൂക്ക് ഇതേ സമയം അവിടുത്തെ മറ്റൊരു റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇസട്ടൺ എന്ന കോമ്പൗണ്ട് ആ ഇടിയുടെ ഇമ്പാക്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. കുഴപ്പമൊന്നുമില്ലാന്നും കാണിക്കുന്നു. അവരുടെ ഷിപ്പ് ഇടിച്ചിറങ്ങിയത് അപ്പുറത്തെ സൈഡിലുള്ള എൻട്രൻസിലാണ്. സോ റെയിനും കൂട്ടർക്കും എത്തേണ്ടത് ഷിപ്പിന്റെ അപ്പുറത്തെ സൈഡിലാണ്.
പക്ഷേ അവർക്ക് തടസ്സമായി വലിയൊരു പ്രോബ്ലം അവരുടെ മുമ്പിലുണ്ട്. റൂക്കിൻ്റെ ചിപ്പ് ഇപ്പോൾ ആൻറ്റിയുടെ ബ്രെയിനിലുള്ളതുകൊണ്ട് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ ചിപ്പ് ഇട്ടതോടുകൂടി അവന് പുതിയൊരു ഡയറക്റ്റീവ് കൂടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു മിഷൻ. അതെന്താണെന്നും അവനെ അറിയിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് അറിയില്ലെങ്കിലും. റൂക്കിനെ കണ്ടതിന് ശേഷം ആൻറ്റി ബാക്കി രണ്ടുപേരുടെ അടുത്ത് തിരിച്ചെത്തുന്നുണ്ട്. ആൻറ്റി പറയുന്നുണ്ട്, ഈ റൂം കടന്ന് അപ്പുറത്തെത്തിയാൽ മാത്രമേ അവർക്ക് അവരുടെ ഷിപ്പിലേക്ക് തിരിച്ചെത്താൻ പറ്റൂ. പക്ഷേ അവർക്ക് ഈ ഫേസ് ഹഗേഴ്സിന് ഇടയിലൂടെ വേണം പോകാൻ. ഈ ഫേസ് ഹഗേഴ്സിന് കണ്ണുകളില്ല, അതുകൊണ്ട് തന്നെ അവ ഇരകളെ കണ്ടെത്തുന്നത് അവരുടെ സൗണ്ടും ഹീറ്റ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ വെച്ചാണ്. അതുകൊണ്ട് ആ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൻ്റെ അതേ ലെവലിലാക്കിയതിന് ശേഷം സൈലൻ്റായി ആ റൂമിലൂടെ നടന്ന് അപ്പുറത്തെത്തിയാൽ നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ അവർ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നു. അതിനായി വെയിറ്റ് ചെയ്യുമ്പോൾ ടൈലർ പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവിക്കാൻ കാരണക്കാരൻ താനാണ്. പക്ഷേ റെയിൻ അവനെ സമാധാനിപ്പിക്കുന്നു. അവർക്ക് ഒരുമിച്ച് ആ സിറ്റുവേഷനെ നേരിടാനുള്ള കോൺഫിഡൻസും അവന് കൊടുക്കുന്നു. റൂമിലെ ടെമ്പറേച്ചർ ഇപ്പോൾ അവരുടെ ബോഡി ടെമ്പറേച്ചറുമായി മാച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവരുടെ പൾസ് റേറ്റ് കൂടുകയോ പേടി കാണിക്കുകയോ ചെയ്താൽ അവരുടെ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. അത് ആ ജീവികൾ കണ്ടെത്തുകയും ചെയ്യും. സോ സ്റ്റേ കാം, സ്റ്റേ ക്വയറ്റ്. ഡോർ തുറന്ന് അവർ റൂമിനകത്തേക്ക് നീങ്ങുന്നു. പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡെഡ് ബോഡികളും ബ്ലഡും ഒക്കെ റൂമിലുണ്ടെങ്കിലും അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അതുവഴി നടന്നു നീങ്ങുന്നു. അതേസമയം അവരുടെ ഷിപ്പിൽ ബോധം വന്നൊക്കെ എണീക്കുമ്പോൾ കാണുന്നത് നവാറോയുടെ ഡെഡ് ബോഡിയാണ്. ആ ഏലിയൻ എവിടെ പോയെന്നും അറിയില്ല. അവൾ പതുക്കെ എണീറ്റ് താഴേക്ക് പോകാൻ ശ്രമിക്കുന്നു. താഴത്തെ ഫ്ലോറിലെത്തി കുറച്ച് നടന്നു നീങ്ങിയപ്പോഴാണ് ഒരു ഏലിയൻ കൊക്കൂൺ അവൾ കാണുന്നത്. അവൾ അത് കണ്ടു പേടിച്ചു നിൽക്കെ പിന്നിൽ നിന്ന് ബ്യോൺ അവളുടെ വാ പൊത്തുന്നു. ആ ജീവിയെ കൊല്ലാൻ വേണ്ടി അവന്റെ കയ്യിലുള്ള സ്റ്റൺ ഗൺ ഉപയോഗിച്ച് ആ കൊക്കൂണിനുള്ളിലേക്ക് ഷോക്ക് കൊടുക്കുന്നു. പക്ഷേ അത് ഉരുകിപ്പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് ആ കൊക്കൂണിൽ നിന്ന് പുറത്തു വന്ന വാൽ അവനെ കുത്തി മുറിവേൽപ്പിക്കുന്നു. ആ കൊക്കൂണിൽ നിന്ന് വീഴുന്ന ഏലിയന്റെ ആസിഡ് ബ്ലഡ് അവന്റെ ദേഹത്തേക്ക് വീണ് അവൻ അവിടെ വെച്ച് വെന്തു മരിക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സീനോമോർഫ് അപ്പോഴേക്കും ആ കൊക്കൂണിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയിരുന്നു. ഇത് കണ്ട് പേടിച്ചൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഡോർ തുറക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ ഡോറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോണിലൂടെ അവൾ അവന്റെ ചേട്ടനെ വിളിക്കുന്നു. ടൈലറിന്റെ മൈക്രോഫോണിൽ കോൾ വന്നതും ആ റൂമിലെ ഫേസ് ഹഗേഴ്സിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുന്നു. അവൻ പതുക്കെ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരും മരിച്ചു, അവൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അവൾക്ക് ഡോർ തുറക്കാൻ കഴിയുന്നില്ല എന്ന്. ടൈലർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ ശബ്ദം വരുന്ന സൈഡിലേക്ക് ഫേസ് ഹഗേഴ്സ് അപ്പോഴേക്കും നീങ്ങി തുടങ്ങിയിരുന്നു. ആ സീനോമോർഫ് പൂർണ്ണമായി ആ കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് എത്തിയതും അവൾ കീ കണ്ടെത്തി ഡോർ തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തിരിഞ്ഞു നോക്കി ഓടിയ അവൾ കാലി തെറ്റി താഴേക്ക് വീഴുന്നു. തന്റെ പെങ്ങൾക്ക് എന്തോ പറ്റി എന്ന സൗണ്ട് കേട്ട് മനസ്സിലാക്കിയ ടൈലർ അവന്റെ വിഷമവും ദേഷ്യവും അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവനത് കഴിയുന്നില്ലായിരുന്നു. അതോടെ രണ്ടും കൽപ്പിച്ച് അവർ അവിടുന്ന് ഓടാൻ തീരുമാനിക്കുന്നു. അവരെ ചേസ് ചെയ്യുന്ന ഫേസ് ഹഗേഴ്സിന് ഇടയിലൂടെ അവരങ്ങനെ ഓടുന്നു. ഡോറിനപ്പുറം ആദ്യം ഓടിയെത്തിയ ആൻറ്റി ബാക്കി രണ്ടുപേരും ഓടിയെത്തുന്നതിന് തൊട്ടു മുൻപ് ഡോർ അടയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ റെയിനും ടൈലറും തക്ക സമയത്ത് ഡോറിനകത്ത് കയറുന്നു. അവർ കയറുന്നതിന് തൊട്ടു മുമ്പ് ഡോർ അടയ്ക്കാൻ ശ്രമിച്ചതിന് റെയിൻ അവനെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ആൻറ്റി പറയുന്നുണ്ട്, നിങ്ങളുടെ വേഗത്തിന്റെ സ്പീഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓടിക്കയറുമെന്നും എനിക്ക് ഷുവറായിരുന്നു. ഈ ചിപ്പിട്ടതോടുകൂടി അമലിൽ വന്ന മാറ്റം കാണിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ കൂടെയാണത്. പ്രൊമീത്തിയസിലെയും ഏലിയനിലെയും പോലെ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു മെഷീനായി അല്ലെങ്കിൽ സിന്തറ്റിക്കായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. ഈ സിന്തറ്റിക്കുകൾ എപ്പോഴും വില്ലനാണോ അതോ നായകനാണോ എന്ന കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ഇനി ഷിപ്പ് നശിക്കാൻ 30 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അവർ നടന്ന് ഷിപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്താൻ ശ്രമിക്കുന്നു. താഴെ വീണ ബോധം പോയേക്ക് വീണ്ടും എണീക്കുന്നു. അവളുടെ പുറകെ ഏലിയൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് അവൾ ഓരോ സ്റ്റെപ്പും എടുത്തത്. പക്ഷേ ശബ്ദം ഉണ്ടാക്കാതെ ആ ഷിപ്പിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അലാറം അടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഡോറിന്റെ അപ്പുറത്ത് ടൈലറും കൂട്ടരും എത്തിയിരുന്നു. ആ ഏലിയൻ എത്തുന്നതിന് തൊട്ടു മുൻപ് തന്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ഡോർ തുറക്കാൻ ആൻറ്റിയോട് ടൈലർ ആവശ്യപ്പെടുന്നു. ഡോർ തുറന്നാൽ അവിടെയുള്ള എല്ലാവരുടെയും ലൈഫ് അപകടത്തിലാകും. അതുകൊണ്ട് അതിനവൻ തയ്യാറായിരുന്നില്ല. ഡോർ തക്ക സമയത്ത് തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ഏലിയൻ കെയിനെ അറ്റാക്ക് ചെയ്യുകയും അവളെ എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നു. ആൻറ്റിയുടെ പ്രവൃത്തി റെയിനിൽ ഭയങ്കരമായിട്ടൊരു ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവൻ കാരണമാണ് കെയിനെ അവർക്ക് നഷ്ടപ്പെട്ടതെന്ന് ആലോചിച്ച് ആൻറ്റി ക്ഷമ ചോദിക്കുന്നുണ്ട് അവൻ അങ്ങനെ ചെയ്തതിന്. പക്ഷേ റെയിൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നിന്റെ മിഷൻ എന്താണെന്ന്. അപ്പോഴവൻ തിരിച്ചു പറയുന്നു, അവനിപ്പോൾ പുതിയൊരു മിഷൻ ഡയറക്റ്റീവ് കിട്ടിക്കഴിഞ്ഞു. എന്താണ് കമ്പനിയുടെ ഇൻട്രസ്റ്റ് അത് കാത്തു സൂക്ഷിക്കുക. റൂക്ക് അവനെ പുതിയൊരു മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ അയാൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഷിപ്പ് ഇരിക്കുന്ന റൂം തുറന്നു തരും. നിങ്ങൾക്ക് യവാഗയിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും അതിനകത്തുണ്ടാവും. ഞാൻ തിരിച്ച് ജാക്സൺ സ്റ്റാറിലേക്കും പോകും എന്ന് ആൻറ്റി പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കരുത്. 1, നമ്മൾ ആ ഏലിയന്റെ കൈകൊണ്ട് ചാകരുത്. 2, ആ ഷിപ്പ് തകരുന്നതിന് മുമ്പ് രക്ഷപ്പെടുകയും വേണം. അങ്ങനെ റൂക്കിന്റെ നിർദ്ദേശപ്രകാരം അവർ മറ്റൊരു റൂമിലെത്തുന്നു. അത് റോംലെസിലെ ഒരു ടോപ്പ് സീക്രട്ട് ലാബാണ്. A1 ക്ലിയറൻസ് ഉള്ളവർക്ക് മാത്രം പ്രവേശനമുള്ളൊരു സ്ഥലം. അവിടെ അവരെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് റൂക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവിടെയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എത്തുന്നത്. വെയിലൻ കോർപ്പറേഷൻ മറ്റ് പ്ലാനറ്റുകൾ കോളനൈസ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും
ഈ പ്ലാനറ്റുകളിലെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് കാരണം ആൾക്കാർ വലിയ തോതിൽ മരിക്കുന്നുണ്ടായിരുന്നു. ഹ്യൂമൻ സിവിലൈസേഷൻ സ്പേസ് ട്രാവലിന് പറ്റിയതല്ല കോളനൈസേഷനും, കാരണം അവർ ബയോളജിക്കലി ഭയങ്കര വീക്കാണ്. ഇതിനൊരു ചേഞ്ച് വരുത്തുക എന്നതായിരുന്നു ഇവിടെ നടന്ന എക്സ്പെരിമെന്റിന്റെ ഉദ്ദേശം. മനുഷ്യരെ ഒരു പെർഫെക്റ്റ് സ്പീഷി ആക്കുക എന്നത്. അതിനുവേണ്ടി ആ പാരസറ്റോയിഡ് അല്ലെങ്കിൽ സീനോമോർഫുകളുടെ DNA ഹ്യൂമൻസിന്റെ DNAയുമായി മിക്സ് ചെയ്യാൻ അവർ ശ്രമിച്ചു. അങ്ങനെ എക്സ്പെരിമെന്റിൽ സൃഷ്ടിച്ച പുതിയൊരു ഫോമാണ് ആ ലാബിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഹ്യൂമൻ സിവിലൈസേഷന്റെ അടുത്ത സ്റ്റെപ്പിന് വേണ്ടി അത് കണ്ടെത്താൻ ശ്രമിച്ച ഒരാളായിരുന്നു മിസ്റ്റർ പീറ്റർ വെയ്ലൻഡ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് 2012 ഇറങ്ങിയ പ്രൊമീത്തിയസ് ഫിലിമിലേക്ക് തിരിച്ചു പോകേണ്ടത്. വെയ്ലൻഡ് കോർപ്പറേഷൻ തുടങ്ങിയത് പീറ്റർ വെയ്ലൻഡ് എന്നൊരാളായിരുന്നു. അയാൾ വിശ്വസിച്ചിരുന്നത് മനുഷ്യരെ സൃഷ്ടിച്ചത് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സ്പേസ് ജോക്കീസ് എന്ന് വിളിക്കുന്ന ഏലിയൻ സ്പീഷീസ് ആണെന്നും അവർക്ക് ഇമ്മോർട്ടാലിറ്റി തരാനുള്ള കഴിവുണ്ടെന്നുമാണ്. അങ്ങനെ ഈ എഞ്ചിനീയേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി 2089 പ്രൊമീത്തിയസ് എന്ന ഷിപ്പിൽ അവർ യാത്ര തിരിക്കുന്നു. അങ്ങനെ LV-420 എന്ന പ്ലാനറ്റിൽ വെച്ച് ആദ്യമായി ഒരു എഞ്ചിനീയറിനെ അവർ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ ഇമ്മോർട്ടാലിറ്റി ചോദിച്ചെന്ന പീറ്റർ വെയ്ലൻഡിന് അത് കിട്ടിയില്ല എന്ന് മാത്രം. സോ റൂക്ക് ഇവിടെ പറയുന്നുണ്ട്, വെയ്ലൻഡ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു ഹ്യൂമൻസിനേക്കാൾ മെറ്റാബോളിസമുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു സ്പീഷീസിനെ കണ്ടെത്തി അവരുടെ DNA-യുമായി നമ്മുടെ DNA മാച്ച് ചെയ്യുക എന്നത്. അത് സക്സസ് ആയാൽ ഹ്യൂമൻസ് പെട്ടെന്ന് മരിക്കില്ല. റൂക്ക് ഈ എക്സ്പെരിമെന്റിനെ വിളിച്ചിരുന്നത് പ്രൊമീത്തിയസ് ഫയർ എന്നായിരുന്നു. ഈ ഗ്രീക്ക് മിത്തോളജിയിലെ പ്രൊമീത്തിയസിന്റെ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആദ്യമായി തീ മോഷ്ടിച്ച് മനുഷ്യർക്ക് കൊണ്ടുകൊടുത്തത് പ്രൊമീത്തിയസ് ആയിരുന്നു. പക്ഷേ ഈ തീ ഉപയോഗിച്ചാണ് മനുഷ്യർ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും തമ്മിൽ കൊല്ലാൻ തുടങ്ങിയതും. സോ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത ഒരു സ്പെസിമെന്റ് ആയ ഇസട്ടൺ ആ ലാബിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരു എലിയിൽ അതിന്റെ പരീക്ഷണം നടത്തി വിജയിച്ചതും അവർ വീഡിയോയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഷിപ്പ് നശിക്കുന്നതിന് മുമ്പ് ഇത് കൂടുതൽ പഠനത്തിനായി ആൻഡി തിരിച്ച് കോളനിയിൽ എത്തിക്കണം. ആ ഏലിയൻ അവരെ ഹണ്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ തിരിച്ച് ഫൈറ്റ് ചെയ്തേ മാർഗമുള്ളൂ. സോ ആ ലാബിലുണ്ടായിരുന്ന ആർട്ടിലറിയിൽ നിന്ന് 2 തോക്ക് അവരെടുക്കുന്നു. ടൈലറിന് ഓൾറെഡി ആ തോക്കിന്റെ ഇൻ ആൻഡ് ഔട്ട് കാണാതറിയാം, കാരണം പല മാഗസീനിലൂടെയൊക്കെ അവൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ റെയിൻ അറിയില്ല. അതുകൊണ്ട് ടൈലർ അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്രയും പീക്കിരി പോലുള്ള ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ഏലിയനെ ഇത്രയും വലിയ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനാണെന്ന്. എയിം ബോട്ട് അല്ലെങ്കിൽ എയിം അസിസ്റ്റൻസ് ഉള്ള ഒരു തോക്കാണെന്ന്. അതുകൊണ്ട് തന്നെ ടാർഗറ്റിനെ ഷൂട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ ഫ്ലോറിന്റെ താഴെ വാക്യൂമാണ്. വെടികൊണ്ടാൽ കംപ്ലീറ്റ് ഫ്ലോർ കൊളാപ്സ് ആയി പോകും. അതുകൊണ്ട് ആ ഏലിയനെ വിരട്ടാൻ മാത്രമേ നമുക്ക് ഈ തോക്ക് മാക്സിമം യൂസ് ചെയ്യാവൂ എന്ന് ആൻഡി ഓർമ്മിപ്പിക്കുന്നു. ഇനി 20 മിനിറ്റ് മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് അവരവിടുന്ന് യാത്ര തിരിക്കുന്നു. അവരവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് പക്ഷേ സ്ക്രീനിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും ആ എക്സ്പെരിമെന്റ് ചെയ്ത എലിക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത്. അവരുടെ ഷിപ്പിൽ അവർക്ക് എത്തണമെങ്കിൽ ഒരു നീണ്ട കോറിഡോറിലൂടെ നടന്ന് അപ്പുറത്തെ സൈഡിലുള്ള ലിഫ്റ്റിലെത്താം. പക്ഷേ ആ ഫ്ലോറിൽ ഫേസ് ഹഗ്ഗേഴ്സ് ഓൾറെഡി റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം അവർക്ക് നീങ്ങാൻ. കുറച്ച് മുൻപോട്ട് പോയപ്പോൾ അവർ കണ്ടത് വലിയൊരു ഏലിയൻ ഹൈവാണ്, ഒരു കടന്തൽ കൂട് പോലെ. ഇനി ഇതുവഴി പോകുന്ന സേഫ് അല്ലാത്തതുകൊണ്ട് മറ്റൊരു വഴി കണ്ടെത്താൻ തിരിച്ചു നടന്നപ്പോഴാണ് ടൈലർ ഒരു ശബ്ദം കേൾക്കുന്നത്, ഒരു ചെറിയ കരച്ചില് പോലെ. അപ്പോൾ തന്നെ അവൻ തിരിച്ചറിഞ്ഞു അത് അവന്റെ പെങ്ങളുടെ ശബ്ദമാണ്. അവൻ തിരിച്ച് ആ ഹൈവിന്റെ അടുത്തേക്ക് ഓടുന്നു. ആ വഴിയിലൂടെ അവൻ കെയിനെ തിരയുമ്പോഴാണ് ചെസ്റ്റ് പൊളിച്ച അവസ്ഥയിൽ ഒരുപാട് ഡെഡ് ബോഡികൾ അവിടെ കാണുന്നത്. അതായത് ഇപ്പോൾ 1ൽ കൂടുതൽ സീനോമോർഫുകൾ അവിടെ റിലീസായിട്ടുണ്ട്. ആ ഡെഡ് ബോഡികളുടെ ഇടയിൽ നിന്ന് അവളെ കണ്ടെത്തുന്നു. അവളെ ആ ഏലിയൻ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ടൈലർ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവളെ താഴെ ഇറക്കിയപ്പോഴാണ് മനസ്സിലായത് നേരത്തെ ഉണ്ടായ ഏലിയൻ അറ്റാക്കിൽ അവൾക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിരുന്നു എന്ന്. മേ ബി അതുകൊണ്ടാകാം ആ ഏലിയൻ അവളെ ഇതുവരെ യൂസ് ചെയ്യാത്തത്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ആൻഡിയോട് അവൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മനസ്സിൽ തോന്നിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറയാം. അപ്പോഴാണ് ആ ലാബിൽ നിന്ന് അവരെടുത്ത ഒരു സ്പെസിമെൻ അവൻ ടൈലറിന് കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഹ്യൂമൻ ജീനോമിന്റെ 25% എലികളുമായിട്ട് സിമിലർ ആണ്. നമ്മൾ കണ്ടതാണ് ഈ എക്സ്പെരിമെന്റ് എലികളിൽ സക്സസ് ആയിരുന്നു എന്നത്. സോ അവളെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഇത് ഇഞ്ചക്ട് ചെയ്യുക എന്നതാണ്. ഒന്നും നോക്കാതെ ടൈലർ അവന്റെ പെങ്ങളെ രക്ഷിക്കാൻ അത് ഇഞ്ചക്ട് ചെയ്യാൻ തയ്യാറാകുന്നു. പക്ഷേ റെയിൻ അവനെ തടയുന്നു. ഈ പ്ലാനിൽ അവൾക്ക് വിശ്വാസമില്ലായിരുന്നു. ഇതിലും ഭേദം എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഷിപ്പിലെത്താം, അവളെ ക്രയോജനിക് പോഡിൽ കിടത്തി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും പറയുന്നു. ഇത്രയും പറയുമ്പോഴേക്കും അവരെ ഹണ്ട് ചെയ്തിരുന്ന ആ സീനോമോർഫ് അവരുടെ തൊട്ടടുത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. കെയിനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുന്നു. ലിഫ്റ്റിന്റെ അടുത്തെത്തിയപ്പോഴാണ് അവർക്ക് തൊട്ടുമുകളിൽ ഒരു സീനോമോർഫ് ഉണ്ടെന്ന് മനസ്സിലായത്. ഒളിഞ്ഞു നിന്ന സീനോമോർഫ് അതിന്റെ കൂർത്ത പാലുകൊണ്ട് റെയിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും തൊട്ടു മുൻപിൽ ടൈലർ ചാടി വീഴുന്നു. അതോടെ അവന്റെ ചെസ്റ്റ് തുളച്ച് ആ വാൽ പുറത്തേക്ക് വരുന്നു. ടൈലറിനെ സീനോമോർഫ് തൂക്കിയെടുത്ത് വീശിയപ്പോൾ അടുത്തു നിന്ന് ആൻഡി തെറിച്ചു വീഴുന്നു. ആൻഡി ഒരു ഹ്യൂമൻ അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം സീനോമോർഫ് അവനെ അറ്റാക്ക് ചെയ്യാതിരുന്നത്. മുകളിലേക്ക് കൊണ്ടുപോയ ടൈലറിനെ അവിടെ എത്തിച്ച ശേഷം അവിടെ വെച്ച് ഈ സീനോമോർഫ് കൊല്ലുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് പുറകെ ഒരുപാട് ഏലിയൻസ് ഉണ്ടെന്ന്. റെയിൻ കെയിനെയും കൊണ്ട് ലിഫ്റ്റിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരുടെ പുറകെ ഒരു കൂട്ടം ഫേസ് ഹഗ്ഗേഴ്സും പാഞ്ഞടുക്കുന്നുണ്ട്.
പക്ഷേ അവ എത്തുന്നതിന് മുമ്പ് അവർ ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടുന്നു. ആ ലിഫ്റ്റിലെ സ്ക്രീനിൽ നോക്കുന്ന റെയിൻ കാണുന്നത് തറയിൽ വീണ് കിടക്കുന്ന ആൻഡിയാണ്. അവൾക്ക് പക്ഷെ അവനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നിയില്ല. ഉടൻ തന്നെ ആ ലിഫ്റ്റ് അവൾ നിർത്തുന്നു. എന്നിട്ട് കെയിനോട് പറയുന്നു, ഈ ലിഫ്റ്റ് ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഷിപ്പ് കണ്ടെത്തി അതിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഇനി ഒട്ടും സമയമില്ല എന്ന്. ലിഫ്റ്റ് നിർത്തിയിട്ടതിന് ശേഷം സൈഡിലുള്ള എമർജൻസി ഡോർ വഴി അവൾ താഴേക്ക് ഇറങ്ങുന്നു. കെ അപ്പോൾ ആലോചിക്കുന്നുണ്ട് അവൾക്ക് അവളുടെ ജീവൻ നിലനിർത്താൻ ആൻഡി പറഞ്ഞ പോലെ ആ കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്തേ പറ്റൂ. കാരണം അവളിപ്പോൾ പ്രഗ്നന്റ് കൂടെയാണ്. അവൾക്ക് മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൾ അവസാനം അത് ഇഞ്ചെക്ട് ചെയ്യുന്നു. സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയ റെയിൻ ആൻഡിയുടെ അടുത്തേക്ക് എത്തുന്നു. അവന്റെ കഴുത്തിലെ ചിപ്പ് ഊരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൻഡി വീണ്ടും അത് തടയുന്നു. പക്ഷേ അവനെ രക്ഷിക്കാൻ റെയിൻ തിരിച്ചു വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആൻഡി അതിന് തയ്യാറാകുന്നു. അങ്ങനെ അവൾ ആ കമ്പനിയുടെ ചിപ്പ് അവന്റെ കഴുത്തിൽ നിന്ന് ഊരി മാറ്റുന്നു. അപ്പോഴേക്കും ഒരു ഓട്ടോമാറ്റിക് അനൗൺസ്മെന്റ് വരുന്നു. ഇനി 10 മിനിറ്റ് മാത്രമേ ആ ഷിപ്പ് പൊട്ടിത്തെറിക്കാൻ ബാക്കിയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടം സീനോമോർഫുകൾ അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കെമിക്കൽ ഇഞ്ചക്ട് ചെയ്തതോടുകൂടി കെയിന് ഇപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ മുകളിലത്തെ ഫ്ലോറിലെത്തി അവരുടെ ഷിപ്പിലേക്ക് നീങ്ങുന്നു. താഴെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന റെയിനും ആൻഡിയും അവിടെയുള്ള എമർജൻസി ഡോർ ഓപ്പൺ ചെയ്തു തരാൻ റൂക്കിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അയാൾ സഹായിക്കാൻ വിസമ്മതിക്കുന്നു. കാരണം ഇനി അവരുടെ ജീവൻ നിലനിർത്തേണ്ട ആവശ്യമില്ല. കെയിന്റെ കയ്യിൽ ആ കെമിക്കൽ കൊടുത്തുവിട്ട് കഴിഞ്ഞു. അവർക്കിനി രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ മുമ്പിലില്ലായിരുന്നു. തിരിച്ച് അവരുടെ ഷിപ്പിലെത്തിയ കെയിനെ റൂക്ക് കോൺടാക്ട് ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഷിപ്പിന്റെ കൺട്രോൾ ഏറ്റെടുക്കാം, അവളെ അവിടുന്ന് രക്ഷപ്പെടുത്താം എന്നും പറയുന്നു. കാരണം അവളുടെയിലാണ് സ്പെസിമെൻ ഇരിക്കുന്നത്. അവളുടെ ജീവൻ നിലനിർത്തേണ്ട ആവശ്യം കമ്പനിയുടെ ആവശ്യം കൂടെയാണ്. ഇതേസമയം റെയിനും ആൻഡിയും അവരുടെ മരണത്തിനായി കാത്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവൾക്കൊരു ഐഡിയ വന്നത്. ആ റൂമിലുള്ള ഗ്രാവിറ്റി ജനറേറ്റർ ഓഫ് ചെയ്തതിനു ശേഷം ആ ഏലിയൻസ് വരാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുന്നു. ഗ്രാവിറ്റി ജനറേറ്റർ ഓഫ് ചെയ്തതിനു ശേഷം റെയിൻ സ്റ്റഡിയായി നിൽക്കാൻ ആൻഡി അവളുടെ പുറകിൽ നിന്ന് പിടിച്ചിരുന്നു. എന്നിട്ട് അവളുടെ തൊട്ടടുത്തെത്തിയ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സീനോമോർഫുകളെയും അവൾ ഫുൾ റാംബോ മോഡിൽ ഓരോന്നോരോന്നായി കൊല്ലുന്നു. ഈ സീനോമോർഫുകളെ കൊന്നെങ്കിലും അവരുടെ മുന്നിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നം ബാക്കിയുണ്ട്. ഇപ്പോൾ അവർ സീറോ ഗ്രാവിറ്റിയിലായതുകൊണ്ട് ആ ചത്ത ഏലിയൻസിന്റെ ബ്ലഡ് അവരുടെ നേർക്ക് പറന്നു വരുന്നുണ്ട്. അത് തൊടാതെ അതിന്റെ ഇടയിലൂടെ വേണം അവർക്ക് രക്ഷപ്പെടാൻ. കാരണം ഗ്രാവിറ്റി പഴയതുപോലെ ആകാൻ ഇനിയും 2 മിനിറ്റ് ബാക്കിയുണ്ട്. അങ്ങനെ അവർ ഏലിയൻ ബ്ലഡ് ദേഹത്ത് പറ്റാതെ കഷ്ടിച്ച് അവിടുന്ന് രക്ഷപ്പെടുന്നു. അവർക്ക് മുകളിലേക്ക് രക്ഷപ്പെടാൻ ലിഫ്റ്റ് വഴി കഴിയില്ല. കാരണം ഗ്രാവിറ്റി ഇല്ലാതെ ലിഫ്റ്റ് വർക്കാവില്ല. സോ അവർക്ക് സൈഡിലുള്ള സ്റ്റെപ്സ് കയറി മാത്രമേ തിരിച്ചു പോകാൻ കഴിയൂ. അങ്ങനെ അവർ സ്റ്റെപ്സ് ചാടിക്കയറാൻ ശ്രമിക്കുമ്പോഴേക്കും റെയിൻ്റെ കാലിൽ ഒരു ഏലിയൻ പിടിമുറുക്കുന്നു. അവൾ അതിനെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും അവൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് വളരെ വേഗത്തിൽ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. അതിനിടയിൽ അവളുടെ തോക്കും അവൾക്ക് നഷ്ടപ്പെടുന്നു. ഗ്രാവിറ്റി ഇനി പഴയ പോലെ ആകാൻ ഇനി സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡിയുടെ അടുത്തേക്ക് പറന്നെത്താൻ ശ്രമിക്കുന്ന റെയിൻ പക്ഷേ അവൻ്റെ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും ഗ്രാവിറ്റി പഴയ പോലെ ആകുന്നു. അതോടെ അവൾ വളരെ വേഗത്തിൽ താഴേക്ക് വീഴുന്നു. താഴേക്ക് വേഗത്തിൽ വീഴുന്ന റെയിനെ പക്ഷേ ആ ഏലിയൻ അതിൻ്റെ വാലി വെച്ച് പിടിക്കുന്നു. അങ്ങനെ ആ ഏലിയൻ ചെയ്തത് അവളെ രക്ഷിക്കാനല്ല, കൊല്ലാൻ തന്നെയാണ്. ഗ്രാവിറ്റി നോർമൽ ആയതോടുകൂടി നേരത്തെ മരിച്ച ഏലിയൻസിന്റെ ബ്ലഡും താഴേക്ക് വീഴാൻ തുടങ്ങി. അതോടെ ഷിപ്പിന്റെ ഫ്ലോറും ഉരുകാൻ തുടങ്ങി. മുകളിൽ നിന്ന് വരുന്ന ഒരു ലിഫ്റ്റ് ആൻഡി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനതിന് കഴിയുന്നില്ല. അങ്ങനെ ആ ലിഫ്റ്റ് താഴേക്ക് പതിച്ചെങ്കിലും അതിന്റെ ഇടിയുടെ ഇമ്പാക്റ്റിൽ താഴെ ഉണ്ടായിരുന്ന ഏലിയൻസ് എല്ലാം ചാകുന്നു, ഒരെണ്ണം ഒഴികെ. അങ്ങനെ റെയിനും സിനോമോർഫും നേർക്ക് നേർ വരുന്നു. റെയിൻ ഇപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയ ആൻഡി രണ്ടും കൽപ്പിച്ച് ആ നിമിഷം താഴേക്ക് ചാടി ആ ഏലിയനെ ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ അവർ ആ അവസാനത്തെ സിനോമോർഫിനെയും കൊല്ലുന്നു. അതിനുശേഷം അവിടുന്ന് രക്ഷപ്പെട്ട് മുകളിലത്തെ ഫ്ലോറിൽ അവരെത്താൻ ശ്രമിക്കുന്നു. അവർ അവരുടെ ഷിപ്പിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അപ്പോഴേക്കും റോമുലസ് ഷിപ്പ് ജാക്സൺ സ്റ്റാറിന്റെ റിങ്ങിലേക്ക് ഇടിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. ഇനി കംപ്ലീറ്റ് ആയ ഷിപ്പ് പൊട്ടിത്തെറിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അവർ അവിടുന്ന് രക്ഷപ്പെടുന്നു. അവസാനം അവർ യവാഗയിലേക്ക് യാത്ര തിരിക്കുന്നു. റോമുലസിൽ നിന്നെടുത്ത സ്ലീപ്പിംഗ് പോഡുകളിൽ ഒന്നിൽ കെയിനെ കയറ്റി കിടത്തുന്നു. ആ കോമ്പൗണ്ട് സേഫായി സൂക്ഷിച്ചതിന് റൂക്ക് അവരോട് നന്ദി പറയുന്നുണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സിനെ അയാൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്നും അറിയിക്കുന്നു. പക്ഷേ റെയിൻ അതിന് താല്പര്യമില്ല എന്നറിയിച്ച ശേഷം റൂക്കുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നു. താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയില്ല എന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് റൂക്ക് ആ റോമുലസ് ഷിപ്പിനോടൊപ്പം ജാക്സൺ സ്റ്റാറിന്റെ റിങ്ങിലേക്ക് പൂർണ്ണമായിട്ട് ഇടിച്ചിറങ്ങുന്നു. യവാഗയിലേക്ക് ആൻഡിയെ കൊണ്ടുപോകില്ല എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും റെയിൻ അവനെ ഉപേക്ഷിക്കില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു. കുറച്ചുനേരം റീചാർജ് ചെയ്യാൻ അവനെ ആ കസേരയിൽ ഇരുത്തിയിട്ട് അവൾ തിരിച്ച് ക്രയോപോഡുകൾ അടുത്തേക്ക് പോകുന്നു. അവളും ക്രയോ ചേംബറിലേക്ക് കിടക്കാൻ തയ്യാറാകുമ്പോഴാണ് കെ ഉറങ്ങിക്കിടക്കുന്ന ചേംബറിൽ നിന്ന് ഒരു അലാറം അടിക്കുന്നത്. കഥ നമ്മൾ വിചാരിക്കാത്ത ഒരു ലെവലിലേക്ക് കടക്കുന്നതും ഈ പോയിന്റിലാണ്. അവളുടെ പോഡ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് അവൾ വേദന കൊണ്ട് കരയുന്നതാണ്. അപ്പോഴാണ് റെയിൻ അറിയുന്നത് കെ ആ കെമിക്കൽ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന്. മാത്രമല്ല അവൾ പൂർണ്ണ ഗർഭിണിയായ അവസ്ഥയിലായിരുന്നു. വളരെ പെട്ടെന്ന് അവളുടെ ബോഡി ആ അവസ്ഥയിൽ എങ്ങനെ എത്തി എന്ന് റെയിന് മനസ്സിലാകുന്നില്ലായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് ആ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്ത ശേഷം ആ ജീവിയെ പുറത്തെടുക്കുന്നു. റെയിൻ അതിനെ അവരുടെ അടുത്ത് നിന്ന് മാക്സിമം ദൂരെയാക്കുക എന്ന ഉദ്ദേശത്തോടെ എടുത്തുകൊണ്ട് ഓടുന്നു.
പക്ഷേ സീനോമോർഫുകളെ പോലെ തന്നെ അതിൻ്റെ ദേഹം ആസിഡ് ആയതുകൊണ്ട് അതിനെ താഴെ വെച്ചതും ആ ഷിപ്പിന്റെ ഫ്ലോർ ഉരുകി താഴത്തെ കാർഗോ ബെഡ് ഫ്ലോറിലേക്ക് വീഴുന്നു. ഷിപ്പിന് കേട് സംഭവിച്ചതോടുകൂടി അത് ഓട്ടോ പൈലറ്റിൽ നിന്നും മാനുവൽ മോഡിലേക്ക് മാറുന്നു. അതായത് ആ ഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം. മാനുവൽ മോഡിൽ അലാറം അടിക്കാൻ തുടങ്ങിയതോടുകൂടി റീചാർജ് ചെയ്യാനിരുന്ന ആൻഡി എണീക്കുന്നു. റെയിൻ അതിനെ കൊല്ലാനായി താഴത്തെ ഫ്ലോറിലേക്കും പോകുന്നു. ആ എംബ്രിയോ വീണ സ്ഥലം ചെന്ന് നോക്കുമ്പോൾ അവിടെ അതിനെ കാണുന്നില്ല. മാത്രമല്ല പൂർണ്ണ വളർച്ചയെത്തിയ ഏതോ ഒരു ജീവിയുടേതുപോലെയുള്ള കാൽപ്പാടുകൾ അവിടെ കാണാനും പറ്റും. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാൻ വന്നു നോക്കിയ ആൻഡി കാണുന്നത് നിലത്ത് വീണ് കിടക്കുന്ന കെയിനെയാണ്. ദൂരേക്ക് നോക്കിയ അവളുടെ ശരീരത്തിൽ നിന്ന് ആ സ്പെസിമെൻ കാരണമുണ്ടായ ആ ഭീകരജീവിയായിരുന്നു. അവരുടെ അടുത്തേക്ക് മുട്ടിൽ ഇഴഞ്ഞു വന്ന ആ ജീവി അടുത്തെത്തിയതും 2 കാലിൽ എണീറ്റ് നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ആൻഡിയെ ആക്രമിച്ച് താഴെയിടുന്നു. എന്നിട്ട് കെയിൻ്റെ അടുത്തേക്ക് അത് നീങ്ങുന്നു. സൗണ്ട് കേട്ട് മുകളിലേക്ക് തിരിച്ചു വന്ന് നോക്കുന്ന റെയിൻ കാണുന്നത് താഴെ വീണ് കിടക്കുന്ന ആൻഡിയെയാണ്. ക്രയോപോഡിന്റെ തൊട്ടടുത്ത് പതുക്കെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നതും കെ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്നാണ്. അവളുടെ തൊട്ടടുത്ത് ആ ജീവിയും. ആ ജീവിയെ കൊല്ലാനായി റെയിൻ കയ്യിലുള്ള ക്രയോഫ്യൂൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അതിന്റെ പിസ്റ്റൺ വർക്കാകുന്നില്ലായിരുന്നു. 8 അടിക്ക് മേൽ പൊക്കമുള്ള ആ ജീവി റെയിൻ്റെ അടുത്തേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു. ഇപ്പോഴാണ് ഈ ജീവിയെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നത്. പ്രൊമീത്തിയസിൽ വന്ന എഞ്ചിനീയേഴ്സുമായിട്ട് രൂപസാദൃശ്യമുണ്ട്. മാത്രമല്ല സീനോമോർഫുകളെ പോലത്തെ നീണ്ട കൈകളും കാലുകളുമുണ്ട്. എഞ്ചിനീയേഴ്സിന്റെയും സീനോമോർഫുകളുടെയും മനുഷ്യരുടെയും കൂടെ DNA ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഈ ഓഫ് സ്പ്രിംഗ്. ആ പിസ്റ്റൺ വെച്ച് ആ ജീവിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അത് വർക്കാകുന്നില്ലായിരുന്നു. അവസാനം അത് വർക്കായതും ആ ജീവി അത് കൈകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നു. അതോടെ ആ ഫ്ലോറിൽ മൊത്തം ക്രയോഫ്യൂൽ റിലീസാകുന്നു. അതിനിടയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന റെയിൻ തൊട്ടടുത്ത റൂമിലേക്ക് ഓടി ഡോർ അടയ്ക്കുന്നു. ക്രയോഫ്യൂലിന്റെ തണുപ്പ് കാരണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയ അവൾ എങ്ങനെയൊക്കെയോ നടന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പേസ് സൂട്ട് എടുത്തിടുന്നു. പക്ഷേ ഈ ജീവിക്ക് ക്രയോഫ്യൂലിന്റെ തണുപ്പ് ഒരു പ്രോബ്ലം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഡോർ തുറന്ന് അകത്ത് കയറാൻ ശ്രമിക്കുന്നു. ഇനി ആ ജീവിയെ കൊല്ലാൻ ഒറ്റ വഴിയേ ബാക്കിയുള്ളൂ. താഴത്തെ കാർഗോ ബെഡിൽ ആ ജീവിയെ എത്തിച്ചാൽ അവിടെയുള്ള ലിവറുകൾ വലിച്ച് ആ കണ്ടെയ്നർ ഷിപ്പിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കംപ്ലീറ്റായി അത് ഊരി വീഴുന്നതിന് മുമ്പ് അവൾ മുകളിലേക്ക് എത്തുക. അതായിരുന്നു പ്ലാൻ. ഇതിനവൾ ശ്രമിച്ചെങ്കിലും പിന്നിൽ നിന്ന് വന്ന ആ ജീവി അവളെ ഇടിച്ചിടുന്നതോടെ അവളുടെ കേബിൾ അവിടെ സ്റ്റക്കാവുന്നു. ആ ജീവിയും റെയിനും നേർക്കുനേർ ഇപ്പോൾ നിൽക്കുകയാണ്. ഏത് നിമിഷവും അവൾ മരിക്കാം എന്ന അവസ്ഥയിൽ. അപ്പോഴാണ് ആ എംബ്രിയോയിലെ ആസിഡ് അവിടെ ബാക്കിയുണ്ടായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കിയത്. റെയിൻ ഇത് തട്ടി താഴെയിടുന്നു. അതോടെ ആ കാർഗോ ബെഡിന്റെ ഫ്ലോർ കൊളാപ്സ് ആകുന്നു. അവൾ ആ കേബിളിൽ മുറുകെ പിടിച്ച് തിരിച്ചു കയറി വരാൻ ശ്രമിക്കവേ ആ ജീവി അവളിൽ പിടിമുറുക്കുന്നു. അവളെ ആക്രമിക്കുന്നതിനിടയിൽ അവളുടെ ഹെൽമെറ്റിന് തകരാറ് സംഭവിച്ചു തുടങ്ങിയിരുന്നു. ഒരു ലിവർ കൂടെ വലിക്കാൻ കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. അവളുടെ ആ കേബിൾ കൊണ്ട് അവൾ 4ാമത്തെ ലിവറും വലിക്കുന്നു. അതോടെ ആ കണ്ടെയ്നർ പൂർണ്ണമായിട്ട് പൊട്ടി താഴെ ജാക്സൺ സ്റ്റാറിലേക്ക് വീഴുന്നു. അവരുടെ ഷിപ്പ് താഴെ ഇടിക്കുന്നതിന് തൊട്ട് മുൻപ് അവൾ അകത്തേക്ക് കയറുകയും ആ ഷിപ്പ് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറുകയും ചെയ്യുന്നു. അവസാനം ആൻഡിയെ കൂടെ ആ ക്രയോപോഡിൽ കിടത്തിയ ശേഷം അവൾ അവന് പ്രോമിസ് കൊടുക്കുന്നു, യവാഗി എത്തിയാൽ ഉടനെ അവനെ ഫിക്സ് ചെയ്യാമെന്ന്. അങ്ങനെ യവാഗിയിലേക്ക് യാത്ര സെറ്റ് ചെയ്തതിനു ശേഷം അവൾ ആ ക്രയോ ചേംബറിൽ ഉറങ്ങാൻ കിടക്കുന്നു. സോ ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ ഓഫ് ഏലിയൻ റോമുലസ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലെ മറ്റു വീഡിയോസ് കയറി നോക്കുക. കണ്ടന്റ് നിങ്ങൾക്ക് കൊള്ളാൻ തോന്നുമെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.